കഴിഞ്ഞ ദിവസം മുതൽ നിങ്ങൾ തുടങ്ങിയതല്ലേ ഞങ്ങളുടെ സ്വന്തം മുഖ്യമന്ത്രിയെ മുഖ്യനെ ഇങ്ങനെ കുറ്റപ്പെടുത്താനായിട്ട്? എന്ത് തെറ്റാണ് അദ്ദേഹം ചെയ്തത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സത്യത്തിൽ എൻ്റെ കണ്ണ് നിറയുന്നുണ്ട്. ഒരു നല്ല മനുഷ്യനെ ഇത്രയൊക്കെ അപമാനിക്കാമോ എന്നുള്ളതാണ്. നോക്കൂ, സംഗമം നടത്തി, ആഗോള അയ്യപ്പ സംഗമമാണ് നടത്തിയത്. അത് ആർക്ക് വേണ്ടിയായിരുന്നു എന്നുള്ളത് അദ്ദേഹം എത്രയോ നാളുകൾക്ക് മുമ്പ്, അതായത് അയ്യപ്പ സംഗമം നടക്കുന്ന സമയത്ത് തന്നെ അയ്യപ്പ സംഗമം എന്താണ് എന്നുള്ളത് മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ രഘുവണ്ണനെ കൊണ്ട് പറയിപ്പിച്ചിരുന്നു. അത് വേണ്ട രീതിയിൽ നിങ്ങൾ കേൾക്കാതിരുന്നത് കൊണ്ടല്ലേ ഇന്ന് എൻ്റെ മുഖ്യനെ നിങ്ങളിങ്ങനെ കുറ്റം പറയുന്നത്? ഞാൻ വെറുതെ പറയുന്നതല്ല, കേട്ടു നോക്കിക്കേ. അയ്യപ്പൻ അല്ലെങ്കിൽ തന്നെ ലോകം മൊത്തം അറിയുന്ന ഒരാളാണ്. ആ ഗോളത്തിൽ, അതായത് ലോകം മുഴുവൻ അറിയാത്ത സ്ഥലത്തേക്ക് കയറി ചെല്ലുക എന്നുള്ളൊരു രീതിയിലാണ് ഈ ആഗോള അയ്യപ്പ സംഗമം. നിങ്ങൾ കേട്ടല്ലോ എത്ര വ്യക്തമായിട്ടാണ് ഭീമണ്ണൻ ഈ സത്യമൊക്കെ വിളിച്ചു പറഞ്ഞത്. ഇനി ഇത് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടി മൂപ്പര് പറഞ്ഞു. അത് നിങ്ങൾ കേൾക്കണം. കാരണം ഇത് സർക്കാരിൻ്റെ ആണെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ നിങ്ങളിങ്ങനെ ഞങ്ങളുടെ സ്വന്തം മുഖ്യനെ പഞ്ഞിക്കിടുന്നത്. കേട്ടു നോക്ക്. അത് സർക്കാരിൻ്റെ അല്ല, സത്യമായിട്ട് സർക്കാരിൻ്റെ അല്ല, ദേവസ്വം ബോർഡിന്റെ പരിപാടിയല്ല. ദേവസ്വം ബോർഡ് സ്പോൺസർഷിപ്പ് ചെയ്ത് നടത്തുന്ന ഒരു പരിപാടിയാണ്. ഒരു മുഖ്യമന്ത്രി എന്നിട്ട് വേറൊരാളെ വിളിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആണ് ഇതെന്നുള്ളതാണ്. അല്ല, ഇത് വെറും സ്പോൺസർഷിപ്പാണ്. ആ സ്പോൺസർഷിപ്പിൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ വരുന്നതിന് മുമ്പ് ഏതോ ഒരു കണക്ക്, ഉദ്ദേശ കണക്ക് വന്നതിനെ തുടർന്ന് നിങ്ങളിങ്ങനെ പഞ്ഞിക്കിടുകയാണ്. പഞ്ഞിക്കിടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഉണക്കമീനും കഞ്ഞിയും റോട്ടിയും ഒക്കെ കഴിച്ച് വളർന്ന ഒരു മനുഷ്യനാണ്. ആ മനുഷ്യനെ സംബന്ധിച്ച് ഇത്രയുമൊക്കെ ക്രൂരമായ രീതിയിൽ പറയാമോ എന്നുള്ളത് നമ്മൾ വീണ്ടും പുനരാലോചിക്കണം. കാരണം അദ്ദേഹം വളർന്ന് വന്ന് പന്തലിച്ചതിന് ശേഷം ജനങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിച്ച, രാപ്പകൽ പ്രവർത്തിച്ച ഒരേ ഒരു മുഖ്യതന്ത്രിയാണ്. ആ മുഖ്യതന്ത്രിയെ പറയുമ്പോൾ കുറച്ച് വിഷമമുണ്ടാകും. നോക്കിപ്പോൾ ഗോവിന്ദൻ സഖാവ് വന്നിട്ടുണ്ടല്ലോ. ഗോവിന്ദൻ സഖാവ് വരെ പറഞ്ഞു, ഈ കണക്കല്ല, ഈ കണക്ക് ശരിയായ കണക്കല്ല, ഈ കണക്കിനെ കുറിച്ച് നിങ്ങൾ ഒരക്ഷരം മിണ്ടരുത്, ഇത് തെറ്റാണ്, ഇതൊരു എസ്റ്റിമേറ്റ് ആണ്, ഞാൻ ഇതൊന്നും വെറുതെ പറയുന്നതല്ല. നിങ്ങൾ കേട്ട് നോക്കിക്കോ. ഈ കണക്കുകളൊന്നും കൊടുത്ത കണക്കല്ല, എന്ന് കൃത്യമായ കണക്കല്ല, അത് എസ്റ്റിമേറ്റ് ആണ്. അതിന് ശേഷമുള്ള കണക്ക് പറയുന്നുണ്ട്. അതിന് അയ്യപ്പ സംഗമത്തിന്റെ പേരും പറഞ്ഞിട്ട് ഓരോ വാർത്ത ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. തെറ്റായ വാർത്തകളാണ്. ഇത്രയുമൊക്കെ സത്യം വിളിച്ചു പറഞ്ഞിട്ടും നമ്മൾ ഇവരുടെ ഉദ്ദേശശുദ്ധിയെ മനസ്സിലാക്കിയില്ലെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിന് നമ്മൾ ആർക്കാണ് വോട്ട് ചെയ്യുക? ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇത്രയും ഡീസൻ്റായിട്ട് നിങ്ങൾ പറഞ്ഞല്ലോ, മുഖ്യം കിടന്നുറങ്ങിയ കട്ടിലിന് ഏതാണ്ട് 1,00,000-ലധികം രൂപയായെന്ന്. ഇത് മുഖ്യം കിടന്നുറങ്ങിയതിന് വേണ്ടി മാത്രമുള്ള കട്ടിലല്ല, ദേവസ്വം ബോർഡ് വരെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അതല്ല എന്നുള്ളത്. പിന്നെ കുറച്ച് പൈസ ഒരു സംഗമമാവുമ്പോൾ അത് ചെലവാകില്ലേ? നോക്കി, ഇപ്പം തന്നെ ഒരു തരത്തിൽ പറഞ്ഞാൽ വേദി അലങ്കരിക്കണം. ഭീമണ്ണൻ പറഞ്ഞതുപോലെ ഗോളത്തിലേക്ക് അയ്യപ്പനെ അങ്ങ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അതായത് വിശ്വാസികളായ സനാതനധർമ്മികളുടെ ഒന്നും മനസ്സ് വേദനിക്കരുത്. അയ്യപ്പൻ അവിടെ കാനനത്തിൽ മാത്രം ഇരുന്നത് കൊണ്ട് ഒരു വിഷമം, എനിക്ക് ലോകമാകെ വളർന്ന് പന്തലിക്കണമെന്ന് ഒരു ഇച്ഛ, ആ ഇച്ഛ മനസ്സിലാക്കിയതിൻ്റെ അർത്ഥത്തിൽ ഇത് നടത്തുമ്പോൾ വലിയ വലിയ ആളുകളൊക്കെ വരുമല്ലോ, അവർ വരുമ്പോൾ വേദി അലങ്കരിക്കണം ഇല്ലേ? അത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല എന്ന്. അപ്പോൾ ആ വേദി അലങ്കരിക്കുന്നതിന് വെറും 46 ലക്ഷം രൂപയുണ്ടായി. പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് അൽത്തുകുൽത്ത് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ പറയും അഡാർ ഐറ്റംസ് ആണ്. അങ്ങനെ അഡാർ ഐറ്റംസിന് വേണ്ടിയിട്ട് ഏതാണ്ട് 27 ലക്ഷം. പിന്നെ കണക്കിൽ ഒരുപാട് പേരുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് കിടക്കാൻ വേണ്ടിയിട്ട് കട്ടിലൊക്കെ ഒരുക്കണ്ടേ? അപ്പോൾ ആ കട്ടിൽ ഒരുക്കണം. കാരണം അതിഥികളായി വരുന്നവരെ നമുക്ക് പെരുവഴിയിൽ കിടത്താൻ പറ്റുമോ?
അപ്പോൾ പെരുവഴി കിടത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഏതാണ്ട് 150 കട്ടിലാണ് ഓർഡർ കൊടുത്തത്. അപ്പോൾ 150 കട്ടിൽ എന്ന് പറയുമ്പോൾ 100 കണക്കിൽപ്പെടുള്ളൂ. അതിപ്പോൾ നിങ്ങൾ ഏത് സർക്കാരിൻ്റെ എന്ത് പദ്ധതി ഏത് കണക്കുകൾ എടുത്ത് നോക്കിയാലും കാണാൻ പറ്റും. ഈ പറയുന്നതിൽ കുറച്ചാണ്. നമ്മൾ പറയൂലേ 50 പേരുടെ സദ്യ ആണെങ്കിൽ ഏതാണ്ട് 45 പേർക്കുള്ള അരി ഇട്ടാൽ മതി, അത് 50 പേരിലേക്ക് എത്തിക്കുമെന്ന്. ഒരുമയുണ്ടെങ്കിൽ ഉലക്കപ്പുറത്തും കിടക്കാമെന്നാണല്ലോ, അതുകൊണ്ട് 100 ചുരുക്കിയതാണ്. ഇത്രയും ഉദ്ദേശശുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്ന നമ്മുടെ മുഖ്യതന്ത്രിയെയാണ് നിങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ കഴിഞ്ഞ ദിവസം മുതൽ വാരിയിട്ടങ്ങ് അലക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ കഴിഞ്ഞ ദിവസം മുതൽ കേൾക്കുന്നുണ്ട് നന്ദഗോവിന്ദം ഭജൻസ് എന്ന്. നന്ദഗോവിന്ദം ഭജൻസ് ആണോ അല്ലാത്തതാണോ എന്നുള്ളത് നിങ്ങൾക്കറിയാം. പറഞ്ഞല്ലോ, ഗോവിന്ദൻ മാഷ് പറഞ്ഞല്ലോ അത് ശരിയായ കണക്കല്ല, പിശക് പറ്റിയതാണ് എന്ന് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം മോശമാണ്. പ്രത്യേകിച്ച് മുഖ്യധാര മാധ്യമങ്ങൾ നിങ്ങൾ ഈ കാണിക്കുന്നത് ഒരുമാതിരി കുൽസിത പ്രവർത്തനമാണ് കേട്ടോ. മോശം, വളരെ മോശം, മൂക്കത്ത് വിരൽ വെച്ച് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങളെ കാര്യങ്ങളെയൊക്കെ കൊണ്ട് എത്തിക്കുകയാണ്. തെറ്റാണ്, പിശകായിട്ടുള്ള കണക്കാണ്, അതിൻ്റെ യഥാർത്ഥ കണക്ക് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ആർക്കെങ്കിലും ഒരാൾക്ക് അതൊന്ന് കാത്തിരുന്ന് കൊടുക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടായോ? എന്തോരം പരസ്യങ്ങളാണ് നിങ്ങൾ ഈ സർക്കാരിൻ്റെ വാങ്ങിയെടുത്തിട്ടുള്ളത്. ആ സർക്കാർ പരസ്യങ്ങൾ വാങ്ങിയെടുത്തതിൻ്റെ ഒരു നന്ദിയെങ്കിലും വേണ്ടേ? എന്നിട്ടല്ലേ മുഖ്യനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് വരാൻ. ഇങ്ങനെ കുറ്റപ്പെടുത്താമോ മുഖ്യനെ? പിന്നെ ഞങ്ങൾക്ക് വേറെ വലിപ്പ ചെറുപ്പ വ്യത്യാസങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് എല്ലാ കരാറും തന്നെ ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ് കൊടുത്തത്. ഊരാളുങ്കൽ സൊസൈറ്റി എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നത് കൊണ്ടും ഞങ്ങളുടെ സ്വന്തം അല്ലാത്തത് കൊണ്ടും ഫണ്ട് അങ്ങോട്ട് തന്നെ പോകുമെന്നുള്ളത് കൊണ്ടും കൃത്യമായ ആളുകളിലേക്ക് ഇത് പൈസ എത്തുമെന്നുള്ളത് കൊണ്ടുമാണ് ഞങ്ങളുടെ സർക്കാർ ഇതിനു വേണ്ടിയിട്ട് ഊരാളുങ്കൽ സൊസൈറ്റിയെ സമീപിച്ചതും കരാർ അവർക്ക് കൊടുത്തതും. എന്നിട്ടും തീരുന്നില്ല. ആ വലിയ മനസ്സൊന്ന് മനസ്സിലാക്കണം. ആ എസ്റ്റിമേറ്റിൽ പറയുന്ന തുകയുണ്ടല്ലോ, ആ തുകയേക്കാൾ ഒരു 10% കൂടുതൽ എല്ലാത്തിനും എണ്ണി കൊടുത്തിട്ടുണ്ട്. ഈ എണ്ണി കൊടുത്തതും പോരാഞ്ഞിട്ടാണ് മുഖ്യനെ വന്നിട്ട് ഇങ്ങനെ പഞ്ഞിക്കിടുന്നത്. മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അഭിമാനം കളഞ്ഞു കുളിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പമ്പയിലായിരുന്നു ആഗോള അയ്യപ്പ സംഗമം എന്നുണ്ടെങ്കിൽ പോലും നോക്കൂ, അതിഥികളായി എത്തുന്നവരെ മുഷിപ്പിക്കരുത്, അവർക്ക് ഏറ്റവും മികച്ച സൗകര്യങ്ങളൊക്കെ നൽകണം എന്നുള്ളത് കൊണ്ട്, അങ്ങനെ ഒരു അതിഥി ദേവോ ഭവ എന്നാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കുമരകത്തെ വൻകിട ഹോട്ടലുകളിലൊക്കെ ഇവർക്ക് താമസ സൗകര്യം ഒരുക്കിയത്. നിങ്ങൾ ഒരു കാര്യം മറന്നു പോകരുത്, മുഖ്യമന്ത്രിക്ക് എല്ലാ കാര്യങ്ങളിലും നല്ല അവബോധമുള്ള ആളാണ്. പിന്നെ എനിക്ക് ആകെ അവസാനമായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, മുഖ്യൻ്റെ മനസ്സ് നിങ്ങൾ വേദനിപ്പിക്കരുത്. അദ്ദേഹം ഗീത വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഈ ഒരു മഹത്തായ പരിപാടി നടത്തുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഈ ഗീതാവചനങ്ങളൊക്കെ ഉദ്ധരിച്ചു കൊണ്ടൊരു കാര്യം പറഞ്ഞു. ആരാണ് ഭക്തർ, എന്താണ് അവിടെ ഉള്ളത് എന്നൊക്കെ. പിന്നെ നിങ്ങളിതൊന്ന് കേട്ട് നോക്കണം. ഇത്രയൊക്കെ നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് വളരെ മോശമായ പദപ്രയോഗങ്ങളിലൊക്കെ പറയുമ്പോൾ ഒരു ഭക്തൻ എന്താണ് എന്നുള്ളത് നമ്മുടെ മുഖ്യമന്ത്രിക്ക് കൃത്യമായിട്ട് അറിയാം. അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണ ഏവജ. ഒന്നിനെയും ദ്വേഷിക്കാത്തവനും എല്ലാത്തിനും മിത്രമായിരിക്കുന്നവനും ആയിരിക്കും ഭക്തൻ എന്നതാണ് ഗീതാ നിർവചനം. അപ്പോ ഇതൊന്നും അദ്ദേഹത്തിന്റെ ആ മനസ്സിന്റെ വലുപ്പം മനസ്സിലാക്കാൻ കഴിവില്ലാത്ത നിങ്ങളൊക്കെ നന്നായി വരും എന്ന് മാത്രമേ പറയാൻ പറ്റുന്നുള്ളൂ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവിന് നിങ്ങൾ ഇതുവരെ നൽകിയിട്ടുള്ള എല്ലാ സഹകരണത്തിനും നന്ദി പറയുകയാണ്. അതോടൊപ്പം തുടർന്നും ഈ സഹകരണം ഞങ്ങൾക്ക് ആവശ്യമാണ്. അതിന് മറ്റൊന്നും ചെയ്യേണ്ടതില്ല. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ വീഡിയോകളും കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക.